മറ്റു വാർത്തകളിലേക്ക്. മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിലെത്തി. അല്പസമയത്തിനകം തന്നെ സ്നാനം നടത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. आराधक के स्वरूप में त्रिवेणी तट पर पहुंचे हैं, गंगा स्नान करने वाले हैं, राष्ट्र मंगल, राष्ट्र कल्याण, विश्व कल्याण की कामना करने वाले हैं। बिल्कुल अश्विनी, ये वही संस्कृति जो हम सबको एक साथ जोड़ती रहती है, जो हमें अध्यात्म के साथ जोड़ती है, जो परंपराओं के साथ जोड़ती है, जो एकता के अटूट बंधन के साथ जोड़ती है। और जब प्रधानमंत्री नरेंद्र मोदी जब भी इसका उद्घोष करते हैं, जब भी अपने वक्तव्य में बोलते हैं, तो कहीं ना कहीं ये एकता का सूत्र कहीं ना कहीं बंधता हुआ नजर आता है और अटूट बंधन में बंधता हुआ नजर आता है। निश्चित तौर से, और पूरी दुनिया देखती है कि हम कैसे आत्मसात करते हैं सभी पंथों को, सभी धाराओं को, सभी विचारधाराओं को, सभी मूल्यों को। हम जब कहते हैं, मैंने एक बार फिर कहा कि आनो भद्रा कृतवोयन्तु विश्वता। വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇന്നിപ്പോൾ ഈ ഒരു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പ്രയാഗ്രാജിൽ സ്നാനം ചെയ്യാൻ പോയത് എന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനെ ചൊല്ലി അതിന് പുറകെ വലിയ രീതിയിൽ ആരോപണങ്ങളും എല്ലാം ഉയരുന്നുണ്ട്. എത്ര നേരം തുടരും പ്രധാനമന്ത്രി പ്രയാഗ്രാജിൽ? നിലവിൽ പ്രധാനമന്ത്രി കുംഭമേളയ്ക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്നാണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത ഉണ്ടാകാതിരുന്നത്. ഏതായാലും മഹാകുംഭമേളയിൽ എത്തി പ്രധാനമന്ത്രി സ്നാനം നടത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസടക്കം അറിയിച്ചിരുന്നു. പക്ഷേ ആ ഡേറ്റുകളുടെ കാര്യത്തിൽ ഒരു കൃത്യമായൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് നമുക്കറിയാം ആ തെക്കിലും തിരക്കിലും ഒക്കെ പെട്ട് നിരവധി പേർ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം VIP-കളുടെ സന്ദർശനമൊക്കെ അവിടെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം 11 മണിയോടുകൂടിയാണ് പ്രയാഗ്രാജിലെ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ യമുന നദിയിൽ ഇപ്പോൾ അതിന് ചുറ്റും കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിനായ ഭക്തരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. UP-യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്ക് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ സ്നാനഘട്ടത്തിലൂടെയൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാഴ്ചയാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. ഇനി അദ്ദേഹം 11:30 കൂടിയാണ് ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിക്കും 11:30ക്കും ഇടയിൽ സ്നാനം നടത്തുമെന്നുള്ളതാണ് നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. രാവിലെ ഏതാണ്ട് 10:30 കൂടിയാണ് അദ്ദേഹം പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. ഹെലികോപ്റ്റർ മാർഗം ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബോട്ടിൽ അദ്ദേഹം നദിയിലൂടെ ആ ഒരു യാത്ര നടത്തുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരുക്കങ്ങൾ, സാഹചര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി കാണുകയാണ്. നമുക്കറിയാം ഈ 124 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് ഈ മഹാകുംഭമേള. വലിയ സൗകര്യങ്ങളും വലിയ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകളാണ് ഇതുവരെ ഏതാണ്ട് 14 കോടിക്കടുത്ത ആളുകൾ ഇതുവരെ ഈ സ്നാനം നടത്തി എന്നുള്ളതാണ് UP സർക്കാരിന്റെ കണക്ക്. അത്തരത്തിൽ വലിയ ഒരു ജനങ്ങൾ വരുന്ന ഒരു വലിയ പരിപാടി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി ഇപ്പോൾ ആ ബോട്ടിലൂടെ നടന്ന് പോയി വിലയിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ അടക്കം പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുകയും ചെയ്യും. ആന്റണി, ഈ ഒരു ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഒരു അവലോകനം കൂടി, കാരണം അത്രയും വലിയൊരു അപകടമാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നൊരു കുംഭമേളയാണ്. അപ്പോൾ അതിലെ വലിയൊരു അപകടമൊക്കെ നടന്നൊരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊരു അവലോകനവും അതിലിനിയും ഉണ്ടാകുന്നൊരു തുടർ നടപടിയൊക്കെ കൃത്യമായ ഒരു അന്വേഷണം, അതിനെക്കുറിച്ചൊരു കൃത്യമായ അന്വേഷണം കൂടി പ്രധാനമന്ത്രി നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? നിലവിൽ പ്രധാനമന്ത്രി നമുക്കറിയാം അവിടെ ആ ബോട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണത്. പ്രധാനമന്ത്രിക്ക് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി ആ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ആ വഴിയിലൂടെയാണ് ബോട്ടിൽ സഞ്ചരിക്കുന്നത്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ആ വഴിയിലൂടെ പോയി അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഈ കുംഭമേളയ്ക്കിടെയുണ്ടായ അപകടമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഒരു അവലോകന യോഗം ഉണ്ടാകില്ല. പ്രധാനമന്ത്രി ഇതിനുശേഷം മടങ്ങും ഡൽഹിയിലേക്ക് എന്നുള്ളതാണ് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഏതായാലും അദ്ദേഹം നിലവിൽ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് നിലവിൽ ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിക്ക്
പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ദൃശ്യങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ ഈ ബോട്ട് യാത്രയുടെ ഉദ്ദേശവും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി സ്നാനത്തിനായി പോവുക. തീർച്ചയായും ആന്റണി, ആ ഒരു സ്നാനത്തിനോടൊപ്പം തന്നെ ഈ ഒരു അപകടം നടന്ന ആ ഒരു സ്ഥലം കൃത്യമായി വിലയിരുത്തുക, അതിൽ ഒരു അവലോകനം, മൊത്തത്തിലൊരു അവലോകനം നടത്തുക. എന്തായാലും ഒരു അവലോകന യോഗമുണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ